ഹബീബി ബാക്ക് ടു കേരള. നീ എന്നാ പോണേ? വണ്ടി ഇട. ഓക്കേ. എടാ നീ എന്താ ഒന്നും മിണ്ടാത്തേ? എടാ എന്താണ് നീ മിണ്ടാത്തത്? കുറെ നാളായല്ലേ കണ്ടിട്ട്. നമ്മളെ കൂട്ടുകാരൊക്കെ ഇപ്പൊ എവിടെ എല്ലാവരും? ഞാൻ അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അറബി ഒരു കൊച്ചു പൂച്ചക്കുട്ടീനെ തന്നു. ഞാൻ എന്റെ കഴുത്തിൽ മണിയൊക്കെ കെട്ടിയിട്ട് കിങ്ങിണിന്ന് പേര് വെക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പാലെ കുടിച്ച് വളർന്നത്. കുറെ നാളെ എല്ലാവരും കണ്ടിട്ട്. നീ പോയിട്ട് 2 മാസമല്ലേ ആയിട്ടുള്ളൂ? അതാ കുറെ നാളായെന്ന് പറഞ്ഞാ. 2 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിപ്പുലിയായി. പുള്ളിപ്പുലിയാ? എടാ നമുക്ക് പോയി മുട്ട ബജി കഴിക്കാം. പുള്ളിപ്പുലി അല്ലടാ, പുലി. നമുക്ക് പോയി മാങ്ങ പറിക്കാം. എടാ നീ കറക്റ്റ് എടുത്താ? ഉണ്ണിമാമന്റെ വണ്ടിയാ. കൊള്ള അറബിയുടെ അതേ വണ്ടി. പക്ഷെ നമ്മുടെ റോഡിന് അടിപൊളി വണ്ടിയാണ് കേട്ടാ. എന്താളിയാ ഫാദറിനെ കിട്ടിയാ? കിട്ടിയത് വന്നോണ്ടിരിക്കുക. എന്നാ രണ്ടും കൂടി എന്റെ ഫ്ലാറ്റിലേക്ക് പോര്. നമ്മുടെ കലൂര് മെട്രോ സ്റ്റേഷന്റെ അടുത്താണ്. അറബിയുടെ ഭക്ഷണമാണ് ഭക്ഷണം. ഇതും കൂടെ കൂട്ടി കഴിച്ചേ കഴിക്കാ. നമുക്ക് ഈ കുറച്ച് ചോറ് കഴിച്ചാലോ? ഞാനങ്ങോട്ട് പറയാൻ വരുമായിരുന്നു. നല്ല പുത്തിരി ചോറ്, അതിനകത്ത് കുറച്ച് പുളിശ്ശേരിയോ തൈരോ എന്തെങ്കിലും ഇട്ടിട്ട്. എനിക്ക് കുഴിമന്തി മതി. വിടറാ, നല്ല ചുമല ചമ്മന്തി കിട്ടുന്ന കട നോക്കി ചവിട്ട്. ഇവിടെ ചവിട്ടാനല്ല. ആള് വട്ടം ചാടിയപ്പോ വണ്ടി തന്നെ ബ്രേക്ക് ചെയ്തതാ. ലെവൽ 2 ADAS ഫീച്ചർ. പണ്ട് ഞങ്ങളുടെ അറബി ഈ വണ്ടി എടുത്തോണ്ട് ഡെസേർട്ട് ഡ്രൈവിന് പോയതാ. ഒരു ഒട്ടം ചെന്ന് ഫ്രണ്ടിലോട്ട് ചാടി. വണ്ടി ആ സ്പോട്ടിൽ നിന്നില്ലേ, ഒട്ടകത്തിന്റെ കണ്ണ് നനഞ്ഞു പോയി. ഇങ്ങനെ കടിയൊന്നുമില്ലേ? എടാ നീ വണ്ടി ഒന്ന് അൺലോക്ക് ഞാൻ ഓടിച്ചോ. അമ്പോ ഇതെങ്ങനെയാടാ ഈ വണ്ടിക്ക് മെസ്സേജ് അയച്ചാ? ഇത് ഈ വണ്ടിയുടെ പുതിയ ഫീച്ചറാ, ബ്ലൂ ലിങ്ക്. കാരണം കുറെ സെറ്റപ്പ് ഒക്കെ മൊബൈലിൽ വെച്ച് തന്നെ കൺട്രോൾ ചെയ്യാം. വീട്ടിലിരുന്ന് അലക്സ വഴിയും ചെയ്യാം. സൂപ്പറാ. പുള്ളിപ്പുലിയോ? എടാ മണി 2:30. വരുൺ കൊറേ വിളിക്കണ്ട. അവന്റെ ഫ്ലാറ്റിൽ പോകണ്ട നമുക്ക്. പോവാം, വിളിക്കും. എടാ എവിടെ പോയി കിടക്കണേടാ? എത്ര നേരം നിന്നെ കിടന്ന് വിളിക്കണം? എടുക്കാൻ പറ്റില്ലെങ്കിൽ തിരിച്ചു വിളിക്കാൻ പാടില്ല. അതല്ലാതെ ഞങ്ങളിപ്പോ തിരിച്ചു വിളിച്ചത്. അങ്ങനെ രാവിലെ കൂട്ടുകാരുടെ കൂടെ കുറെ കറങ്ങി അടിച്ച് കിടന്നു, കുറെ ഫുഡൊക്കെ തന്നു. ഈ പ്രായത്തിലുള്ള എന്തെങ്കിലും കഴിക്കാനൊക്കെ തുടങ്ങും. എടാ ഞങ്ങൾ അങ്ങോട്ട് വന്നോണ്ടിരിക്കുക. നിന്റെ വീടിന്റെ ലൊക്കേഷൻ അയച്ചാ? അങ്ങോട്ടൊന്നും പോകണ്ട, ഞാൻ അവിടെ ഇല്ല. ഞാൻ ഓഫീസിലേക്ക് ഇറങ്ങി, എനിക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ്. അങ്ങും പറ്റുന്നില്ല, എനിക്കിപ്പോ നിന്നെ കാണണം. 3000 കിലോമീറ്റർ അപ്പുറത്തും ഞാനിപ്പോ വന്നേക്കുന്നേ. നീ ഒരു കാര്യം ചെയ്യും, ഓഫീസിന് താഴെ വന്നിട്ട് വിളിക്കും, ഞാൻ താക്കൂല തരാം. എന്നാ നിന്റെ ലൊക്കേഷൻ അയച്ചാ ഞങ്ങൾ അങ്ങോട്ട് വരുക. എന്തായി സാറേ? ഞാനൊരു ഹാഫ് ഡേ ലീവിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നിന്നാണ്. ഡ്യൂട്ടി കൂട്ടി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത്. വീട്ടിൽ കയറാൻ നോക്ക്. എടാ എന്ത് പോസ്റ്റാടാ വന്നത്? ദുബായി പോയിട്ട് നിനക്ക് ഒരു മാറ്റം ഇല്ലല്ലോ. ഇല്ലേ? അതെ, രണ്ടരോട് കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. നേരെ പോയി ഫ്ലാറ്റിൽ കയറിക്കൊള്ളാം. ആവശ്യമില്ലാതെ ഒരു വള്ളിയും പിടിക്കാൻ പോരുത് കേട്ടാ. എന്തുള്ളി? അവിടെ കുറെ പ്രായമുള്ള ഫാമിലിയൊക്കെ താമസിക്കണാണ്. ഇവിടെ ബാച്ചിലേഴ്സിന് ഫ്ലാറ്റ് ഇടാൻ ഇച്ചിരി പണിയാണ്. ഒറ്റ രാത്രി കൊണ്ട് എന്നെ വഴിയാതെ വെക്കരുത് രണ്ടും കൂടി കേട്ടാ. നീ വരുന്നില്ല, വാ കേറ്. നിങ്ങൾ പോയി കയറിക്കോ, ഞാൻ ഒരു ഹാഫ് ഡേ ലീവ് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. അവന് ഇക്കളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് വെള്ളം മേടിച്ചു കൊടുക്ക്. അവന് ഞാൻ വെള്ളമോ എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ചു കൊടുക്കാം. നീ പോയി ഹാഫ് ഡേ ലീവ് എടുത്തോണ്ട് പോവാ. തിരുവാതിര കളിക്കുന്നോ? പോയി ലീവ് എടുത്തോണ്ട് വാടാ. എടാ നിനക്ക് എന്തുവാടാ കുടിക്കാൻ വേണ്ടത്? പറയടാ. അതെ, പേരൊക്കെ എഴുതിയിട്ട് പോട്ടോ. എന്നെ പിടിച്ചേ. എന്തോ എന്റെ പേര്? വേലായുധൻ. വേലായുധൻ. ഞാൻ ചേട്ടനെ വേലൂന്ന് വിളിക്കും കേട്ടോ. ചേട്ടന്റെ നമ്പർ എത്രയാ? 04 04 84 84 543 543 3 നമ്പർ എക്സ്ട്രാ ഇട്ടുണ്ട് കേട്ടോ. ഫാൻസി നമ്പർ ഒക്കെ ആണല്ലോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ആ ബെസ്റ്റ് ലിഫ്റ്റും ഇല്ലേ? വാടാ സ്റ്റെയർ കയറാം. എത്ര നില ഇത് കേറിയിട്ടും തീരുന്നില്ലല്ലോ. അതെ, ഞാൻ പറഞ്ഞ മുട്ടായി റിമോട്ട് കാറിന്റെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ടേ ഇതാണോ ഫ്ലാറ്റ്? ഇത് തിരിയുന്നില്ല. ആരെ വിറപ്പിക്കാതെ ഒടിഞ്ഞു പോകുന്നത്. ഇനി ഒന്ന് മുകളിലേക്കൊന്ന് പൊക്കിയിട്ട് വെയിറ്റ് കൊടുത്തിട്ട് എടുക്കുക. ആരാ? ഞങ്ങള് വരുണ്ട ഫ്രണ്ട്സാ ചേട്ടാ. ആഹാ, വരുന്ന ഫ്രണ്ട്സാ? എന്താ കാര്യം? ചേട്ടാ അവനിന്ന് നൈറ്റ് ഡ്യൂട്ടിയാ. ചാവി വന്നിട്ട് പോയി, പക്ഷെ ഇത് തുറക്കാൻ നോക്കിട്ട് തുറയുന്നില്ല. അത് പൂട്ട് ജാമായോണ്ടായിരിക്കും. ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. തന്റെ തൊണ്ടയ്ക്ക് എന്താ പറ്റിയേ? അതും ജാമായതാ? ആ എക്കിള് ചേട്ടാ. ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം തരുമോ? ആ പിന്നെന്താ, കേറി വാ, വെള്ളം തരാം. അല്ല അത് വേണ്ട, എല്ലാരും ഉറക്കമായിരിക്കില്ലേ, ഒരു ഗ്ലാസ് വെള്ളം തന്നാ മതി. വരുൺ ഇപ്പൊ ഹാഫ് ഡെയിലി എടുത്തിങ്ങ് വരും. താഴെ എഴുതി വെച്ചിട്ടൊക്കെ ആയിരുന്നോ കേറി വന്നത്? ആ ഈ ഇക്കളയും കൊണ്ട് അധികം ഉറക്കണമെന്ന് കറങ്ങണ്ട. നല്ല എക്കമുള്ള ഫ്ലാറ്റ്, ആൾക്കാർക്കൊന്നും ഉറങ്ങാൻ പറ്റുകയല്ല. പിന്നെ നിന്നെ ഒന്നും ഞാൻ ഉറക്കുകയല്ല. ചുമ്മാ ചുമ്മാ കേറി വാ, നമ്മളൊക്കെ ഒരു ഫ്ലാറ്റുകാരില്ലേ. ആരും വരുമ്പോ വിളിച്ചോളും. വാ കേറ്, കുത്തിരി, വെള്ളം തരാം, ചെല്ല്. വാ പിള്ളേരെ വാ, അവളുടെ ഒരു നാണം. പയ്യക്കുടി ഇക്കിളക്കരയ്ക്ക് പോയി ഇക്കിളക്കരയ്ക്ക് വന്ന് ഇക്കിള് പോയാ. താങ്ക് യു ചേട്ടാ. മോന അല്ല അച്ഛനാ. നിങ്ങൾ വരുണ്ടേ ആരാന്നാ പറഞ്ഞേ? ഞങ്ങളെ ചെറുപ്പം തൊട്ടേ കൂട്ടുകാരാണ്. അപ്പൊ ഇപ്പൊ ഇവന് ലീവ് കിട്ടിയപ്പോ ഓണാഘോഷിക്കാൻ വേണ്ടി വന്നതാ. ഓ, ആഘോഷിക്കാൻ വേണ്ടി കെട്ടിയെടുത്താണല്ലേ? എന്താ? അല്ല കെട്ടിപ്പറക്കിക്കൊണ്ട് എങ്ങനെയാ വന്നത്? ഫ്ലൈറ്റില്. എന്നിട്ട് എവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്? നെടുമ്പാശ്ശേരിയില് ടെർമിനൽ ഫണ്ടില്. ഇപ്പൊ ചിലപ്പോൾ വിട്ട് കാണും, വിളിച്ചു ചോദിക്കണം. എടോ, അവിടുന്ന് ഇങ്ങോട്ട് എങ്ങനെയാ വന്നത്? അത് കാറില്. അതെവിടെ കൊണ്ട് പാർക്ക് ചെയ്ത്? അല്ല ഈ ഗസ് പാർക്കിൽ തന്നെയാണോ പാർക്ക് ചെയ്തെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാ. ചില അലവരാതികളൊക്കെ തോന്നുന്നത് കൊണ്ട് പാർക്ക് ചെയ്യുന്നേ. ആ ഇല്ല, പുറത്ത് റോഡ് സൈഡിലിട്ട്. ആ നന്നായി. അല്ല ഇവിടെ നിന്ന് എത്ര നാൾ ആഘോഷിക്കാനാ പ്ലാൻ? ഓണം വരെ കാണും, പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ പോകണം. തിരുവോണത്തിനൊന്നും കുടുംബത്ത് പോകാൻ സമ്മതിക്കൂല. അറുപാബ് വിളിക്കുന്നു. എന്റെ മുതലാളിയാ, ഒന്നെടുത്തോട്ടെ. كيف حالك سيد؟ كيفك كينغني؟ Kingly chain cutted and run. You come. No. I don't have helicopter. You call police or forest authority, not me. Shukran. എടാ കിങ്ങിണി കയറും പൊട്ടിച്ചോണ്ട് ഓടി. എങ്ങട്? കിങ്ങിണി ആരാ? പശുവാ? കറവേളെ? കറക്കാനോട്ട് ചെല്ല്. പശുവല്ല, പുലി. പുലിയാ? നോക്ക. ദുബായ് സർക്കസിലാണോ ജോലി? സർക്കസിലല്ല, ഞാൻ അവിടെ അറബാബിന്റെ അണ്ടറിലായിരുന്നു. താനോ? ഞാൻ ഇപ്പൊ എന്റെ അച്ഛൻ്റെ അണ്ടറിലാണ് ഒരു കോഴ്സ് പഠിച്ചോണ്ടിരിക്കുക. ഈ വരുൺ ബാച്ചലർ ആണല്ലേ? അല്ലേ? അല്ലേ? അതെ. എന്താട്ടാ? അല്ല ഇവിടെ പൊതുവെ ഫാമിലിക്ക് ഫ്ലാറ്റ് കൊടുക്കാറുള്ളൂ. അതിന്റെ ഒരു സമാധാനമൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. എന്നാലും ഇങ്ങനെ തലവലാദികൾക്കൊന്നും ഇവിടെ ഫ്ലാറ്റായി കൊടുക്കാത്തതാ. എന്നിട്ട് വരുൺ എങ്ങനെ കിട്ടി ഫ്ലാറ്റ്? അവൻ പുറത്ത് കുറെ അന്വേഷിച്ചേ അവസാനം ഈ തുക്കടാ സെറ്റപ്പേ കിട്ടിയുള്ളൂ. പക്ഷെ അവൻ നമ്മളെ പോലല്ലേ, അലവലാദികളുടെ കൂടെ മേണ താമസിച്ചോളൂ. ഞങ്ങളിതേ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഇവിടത്തെ സെക്യൂരിറ്റി കുമ്പാർണനെ പോലെ കിടന്ന് ഉറങ്ങുന്നത്. ഇങ്ങോട്ട് വരാൻ ഗൂഗിൾ മാപ്പ് ഒന്നും വേണ്ട, അയാളുടെ കൂർക്കമ്പലി കേട്ട് വരം പിടിച്ച് ഇങ്ങോട്ട് നടന്നു വന്നാൽ മതി. ഒരു കള്ളം വന്ന് കയറി അയാളെ കൊണ്ട് പിടിക്കാൻ പറ്റുമോ? ഇല്ല. മേളിലോട്ട് കയറാൻ ഇവിടെ ലിഫ്റ്റ് ഉണ്ടോ? ഇല്ല. മേളിലോട്ട് സ്റ്റെപ്പ് വഴി കയറി കഴിഞ്ഞാൽ താക്കോലിട്ട് തുറക്കാൻ പറ്റിയൊരു കഥ ഉണ്ടോ? ഇല്ല. എന്റെ അറബാ പറയണം ഞാൻ ഇവിടെ ഓണം ആഘോഷിക്കാൻ വന്നേന്ന്. ഓട്ടെ എന്റെ കിങ്ങിണി അറിഞ്ഞാൽ ഡിപ്രഷൻ അടിച്ചാവും. ഇല്ല. അതെ വരും വിളിക്കണേ. ആ ഹലോ. ആ നീ എവിടെയാ? നിന്റെ വാതിൽ തുറന്നിട്ട് നിന്റെ വീടിന്റെ ഓപ്പോസിറ്റിലെ വീട്ടിൽ കയറിയിരിക്കുക.
ഏത് ഓപ്പോസിറ്റുള്ള 7A പാർട്ടിയുടെ ഫ്ലാറ്റിലാ? അല്ലല്ല ഇത് 6A. ഓ എടാ അത് വേറെ ഫ്ലോറാണ്, മുകളിലോട്ട് കയറുക. അയ്യോ ഓ മോളത്തെ ഫ്ലോറാണോ? പോരാ സോറി ദേവന് ഫ്ലോർ മാറിപ്പോയി ഏട്ടാ. സോറി ഞങ്ങളെ മോളില. സോറി ഏട്ടാ. സോറി മോനെ മുട്ടായും പേനയൊക്കെ പെട്ടി പൊട്ടിച്ചിട്ട് തരാം കേട്ടോ. ഇത് നോക്കത്തില്ല. ചേച്ചി ഞങ്ങളങ്ങോട്ട് ഇറങ്ങുക. ചേച്ചിയുടെ ഒരു നാണം. ചേച്ചി ടാറ്റ. ഹായ്, എന്ത് ശരിയാണത്? താഴത്തെ വീട്ടിലെ ചേണ്ടായിന്ന് പഠിച്ച ഇവര് ഫ്ലാറ്റ് മാറിപ്പോയി, എന്നിട്ട് പുള്ളിയുടെ വീട്ടിൽ കയറി ഇരിക്കുമായിരുന്നു. ഏത് വീട്? തൊട്ട് താഴെ ഓപ്പോസിറ്റിലെ വീട്ടിലെ ചേട്ടനെടുത്ത്. അവിടുത്തെ ചേട്ടനെ മോനെ കാണും, ഒരു അച്ഛനകത്തിട്ട് വാർത്ത പോലിരിക്കും. മംഗലശ്ശേരി നീലകണ്ഠനെയും കാർത്തികനെയും പോലെ. അവിടെ കാലതാമസം ഉണ്ടോ? എടാ എന്റെ സൈഡ് ബാഗ് അവിടെ ഇരിക്കുക. എന്നാ പോയി എടുത്തിട്ട് വരാം. ഇനിയിപ്പോ നാളെ പോയി എടുക്കാം. ഈ രാത്രി ഒന്നും പോയി അവിടെ മുട്ടണ്ട. കിടന്നുണ്ടാവും. പാസ്പോർട്ടും ഡോക്യുമെന്റ്സും ഒക്കെ അതിനകത്തിരിക്കും. അത് പോയാൽ പണി വാളുമ്പാ. അവരൊന്നും ഉറങ്ങിയിട്ടില്ലെന്ന്. ഡാ, എടാ നിക്ക്. കുഴപ്പമില്ല പിന്നെ. ഉറങ്ങി എത്ര പെട്ടെന്ന്. എടാ നീ നേരത്തെ ഇട്ട ഇക്കൾ ഒന്നോടെ ഇട്ട, ചിലപ്പോൾ തുറന്നാലേ. ചേടാ ഇത് എന്തൊരു ഉറക്കം ഇത്. അവരെ ലൈറ്റൊക്കെ കിടത്തി കിടന്നോന്ന് തോന്നണ്. നാളെ വന്ന് ചോദിക്കാടാ. നീ എവിടെയും പോണില്ലല്ല. ചീൻ കബാബ് ടൊം ടൊം. ഈ മെസ്സേജ് 5 പേർക്ക് അയച്ചു കൊടുത്തില്ല. 5 വർഷത്തേക്ക് ബാഡ് ലക്ക്. ഈ കുടുംബ ഗ്രൂപ്പൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം. എന്താടാ? എടാ അയാള് ആര്? അറബാബ അല്ല ഇന്നലെ കണ്ട ചേട്ടൻ, മുടിയൊക്കെ വെച്ചിവിടെ. എന്നിട്ട് അയാളെവിടെ പോയി? അയാളെ നീയായി. ആ എന്റെ സ്വപ്നത്തിൽ നീ ഡ്രാക്കുളയായിരുന്നു. കിടന്നുറങ്ങാൻ നോക്കടാ. എടാ എന്റെ പാസ്പോർട്ട് അയാളുടെ വീട്ടിലല്ലേ ഇരിക്കുന്നത്. എടാ പാപ്പ നമുക്ക് എടുത്തിട്ട് വരാം. നീ പോയി എടുത്തിട്ടോ. എടാ അയാളുടെ കിണി കാണാൻ എനിക്ക് വയ്യ, നീ ഇവിടെ വാ. ഒന്ന് പോയിട്ട് വാടാ. എന്നാ നിനക്ക് കൊണ്ടുവന്ന മുട്ടായി റിമോട്ട് കാർ വെക്കെ ഞാൻ ചെറുക്കൻ എടുത്ത് കൊടുത്തേക്കാം. അല്ലെ ഞാനും വരാം. നിനക്ക് ഇവിടുത്തെ വഴി അറിയില്ലല്ല. അയ്യോ എടാ ബെല്ലടിക്കില്ലേ. എഴുതുമ്പോ ലൈറ്റ് കത്തുന്ന ഒരു പേരുണ്ട്, അതോടെ എടുത്തോട്ട് വരട്ടെ. എന്തേ ഞാൻ എഴുതിയ കത്തില്ലേ? ബെല്ലടിയടാ. നിനക്ക് എന്തൊക്കെ വേണോടാ? ഒന്നും കേൾക്കണല്ലോ. കറണ്ട് പോയോ? ചേട്ടാ. ചേച്ചി കുഞ്ഞാനെ. എന്തൊരുറക്കാത്? ഇയാളാ സെക്യൂരിറ്റിനെ കടത്തി വിട്ടൂല്ലേ. ഞാൻ ചെറുക്കനെ സ്കൂളിൽ ആക്കാൻ പോണ്ടാവും. ഈ ഉച്ചയ്ക്കാ? നമുക്ക് സെക്യൂരിറ്റി പോയി ചോദിച്ചാലോ? വാ. അപ്പാ ചേട്ടാ, ചേട്ടാ ഈ 6A ചേട്ടാ ഇവിടെ. 6A അല്ല അതിന് നിങ്ങളാരാണ്? ഞങ്ങൾ ഇന്നലെ രാത്രി വന്നേട്ടാ. ഇന്നലെ രാത്രി? അത് ശരി, ഞാൻ അറിഞ്ഞില്ല. ആ എങ്ങനെ അറിയാനാ? ഇന്നലെ കിടന്ന് എന്തോ ഉറക്കമായിരുന്നു. ചേട്ടൻ്റെ കുറുക്കമ്പലി കേട്ടോണ്ടാ ഞങ്ങൾ വന്നത്. സാറേ എക്സ്ക്യൂസ് അല്ല സാറേ, ഇറങ്ങി ഞാൻ ഇപ്പോൾ എത്തും. വണ്ടി ഒന്ന് കിട്ടിയാൽ മതി. ആ ശരി വിളിക്കാം. രാവിലെ കലിപ്പിനാണല്ല. എടാ ജോലി കണ്ട് പോകുന്ന മട്ടാടാ. അയ്യോ അതെന്തുപറ്റി? രാവിലെ തന്നെ ആ മാനേജറിനെ വിളിച്ച് കൊണയായിരുന്നേ. രണ്ടിലും നിന്നാലും തീരുമാനമാവും. എടാ നമുക്കേ വൈകുന്നേരം സംസാരിക്കാം കേട്ടാ. ശരി. എന്നാലൊരു സാമാന്യം മര്യാദ ഇല്ലേ? ഒരു ഫ്ലാറ്റിലേക്ക് കയറുമ്പോൾ രജിസ്റ്ററിലൊക്കെ എഴുതിയിട്ട് പോകണമെന്ന് അറിയാൻ പാടില്ല. രജിസ്റ്ററിലൊക്കെ ഞങ്ങൾ എഴുതി ചേട്ടാ. ആ 6A ചേട്ടൻ എന്തേ? 6A ആര്?
ആ മോനെ എന്താട്ടാ എന്തുപറ്റി? നീ ഇത് കേട്ടോ, ഇവിടുത്തെ ഏതോ തെണ്ടിയുടെ ഫ്ലാറ്റിലേക്ക് വലിഞ്ഞേറി വന്നേക്കണാണ് രണ്ടെണ്ണം കൂടി. അത് പിന്നെ ഇത് എന്റെ ഫ്ലാറ്റിൽ വന്ന ഗസ്റ്റാണ്. ഇന്നലെ വന്നപ്പോ കുറച്ച് നൈറ്റ് ആയി പോയി, അതാ പറ്റി. അത് കൊള്ളാം. ഇവിടെ ഗസ്റ്റ് ഒന്നും വരൂല, ഒച്ചപ്പാടും ബഹളമൊന്നും ഉണ്ടാക്കൂല എന്ന് പറഞ്ഞ് ഫ്ലാറ്റ് എടുത്തിട്ട് ഇപ്പൊ രണ്ടെണ്ണത്തിനെ വലിച്ചേറ്റിക്കൊണ്ട് വന്നേക്കണ. അല്ല ഏട്ടാ, എന്നാലും 6 പുള്ളി അവിടെ പോയി. 6 ആരും ഇല്ലല്ല ചേട്ടാ. 6 ഒരു ചേട്ടൻ, ഒരു ചേച്ചി, ഒരു മോനും ഉണ്ട്. ഇന്നലെ ഞങ്ങൾ അകത്ത് കയറ്റി വെള്ളം വെക്കത്താൻ സൽക്കരിച്ചേ. ആ അങ്ങനെ കയറിയപ്പോ അവന്റെ ബാഗ് അവിടെ വെച്ച് മറന്നുപോയി. അത് എടുക്കാൻ വേണ്ടിട്ടാ. 6 ചേട്ടനും ചേച്ചിയൊക്കെ കാനഡയ്ക്ക് പോയല്ല. കാനഡയ്ക്ക് പോയാ ഇത്ര പെട്ടെന്നാ? വെറുതെ അല്ല നമ്മള് വെല്ലടിച്ചിട്ട് ആരും ഇറങ്ങി വരാഞ്ഞേ. ഇവിടെ മുട്ടൻ ചെറുക്ക, അവരൊക്കെ കാനഡയ്ക്ക് പോയിട്ട് 3-4 മാസമായി. 3-4 മാസം? ആ കള്ളം പറയരുത്. കള്ളോ? ഇനിയിപ്പോ വല്ല കള്ളന്മാരും കയറിയായിരിക്കും. കള്ളന്മാരാ? താക്കോലെ ഞാൻ നോക്കട്ടെ, മറിയ. കണ്ട, മൊത്തം പൊടി പിടിച്ച് നാശമായി കിടക്കുന്നു. കരണ്ട് പോലും ഇല്ല ഇവിടെ. വെറുതെ മനുഷ്യനെ രാവിലെ മെനക്കെടുത്താനായിട്ട്. ചേട്ടാ, ഇന്നലെ നൈറ്റ് അല്ലേ ഇവന്മാര് വന്ന് ഫ്ലാറ്റ് മാറിപ്പോയതായിരിക്കും. എൻ്റെ പൊന്നുമോനെ, ഞാൻ ചത്തൊന്നും കിടക്കില്ലായിരുന്നു, ഒന്ന് ഉറങ്ങിപ്പോയി. ഇവന്മാരൊന്ന് വിളിച്ചെണീപ്പിച്ചിട്ട് മേളിലേക്ക് വന്നിരുന്നെങ്കിൽ വല്ല പ്രശ്നം ഉണ്ടായിരുന്നോ? ഇവിടെ അതാണ് ഈ ബാച്ചിലേഴ്സിന് കൊടുക്കാത്തത്. ശല്യമാണ് ഇവന്മാരെ കൊണ്ട്. അല്ല ചേട്ടൻ ഇന്നലെ ഞങ്ങൾ ഇവിടെ തന്നെ ഏട്ടാ വന്നത്. എൻ്റെ പൊട്ടൻ ചെറുക്ക, ഇവിടുത്തെ ഫ്ലാറ്റിൻ്റെ എല്ലാത്തിൻ്റെ ഉൾവശം ഒരുപോലെ ഇരിക്കണത് എന്ന് പറഞ്ഞ് ഈ കള്ളും കുടിച്ച് കണ്ട ഫ്ലാറ്റിൽ പോയി കയറിയിട്ട് ഇവിടെ വല്ല ഇറങ്ങി അങ്ങോട്ട് വെറുതെ മനുഷ്യനെ രാവിലെ. എടാ, നിന്നോടൊക്കെ ഞാൻ പറഞ്ഞല്ലേ ഈ കോംപ്ലക്സ് കയറി വിടുത്തി തരാണെങ്കിൽ. എടാ, 10-30 വയസ്സായില്ലേ, നിനക്കൊക്കെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ ജീവിതത്തിൽ? ഇങ്ങനെ നടന്നാൽ മതിയാ? വെളിവില്ലെങ്കിലും ദുബായി പോയി പിന്നെ ഏതെങ്കിലും ഒരു വഴിക്കായി. അതേപോലെയാണോ നിന്റെ കാര്യം? അങ്ങാത്തുരി താൻ എൻ്റെ അപ്പനെ വിളിക്കണ? അതെ, ഞാനിപ്പോ വെറുതെ നടക്കുമൊന്നുമല്ല. എൻട്രിയുടെ ACCയുടെ കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുക ഞാൻ. എടാ, എൻട്രിക്കീസ് ആപ്പിന്റെ അക്കൗണ്ട്സിന്റെ കോഴ്സല്ലേ ഉള്ളത്? ACC അവരുടെ പുതിയ കോഴ്സാടോ. ഇത് പഠിച്ചു കഴിഞ്ഞാലേ ലോകം മൊത്തം നല്ല ജോലി സാധ്യതയുണ്ട്. ഇതിൻ്റെ അകത്ത് ഞങ്ങളെ പഠിപ്പിക്കണ്ടേ ACCയിലെ നല്ല റിസൾട്ടുള്ള ടീച്ചർമാരാ. താൻ ഈ PWC എന്ന് കേട്ടണ്ട? ഉണ്ടെങ്കിൽ അതിന്റെ കേസ് സ്റ്റഡീസ് ഞങ്ങൾക്ക് പഠിക്കാനുള്ളതൊക്കെ. ഇതൊക്കെയാണെങ്കിൽ അത് നന്നായി കണ്ടാൽ മതി. ഓ എടോ, 2 മാസം മുമ്പ് നീ എൻ്റെ കൂടെ പാടത്ത് മീൻ പിടിച്ച് നടന്നിരുന്നതല്ലേ? എങ്ങനെയോ കാല് തെറ്റി IT കമ്പനിയിൽ വീണ്. അതിന്റെ അഹങ്കാരമല്ലേ നീ കാണിക്കണത്? നീയേ ആദ്യം ആ കോഴ്സ് ഒന്ന് തീർക്ക്, എന്നിട്ട് സംസാരിച്ചാൽ മതി കേട്ടോ. തീർക്കൂട്ടാ ഞാൻ. ഒന്നില്ലെങ്കിൽ ഇന്നലെ അവിടെ കണ്ടത് ഒരു കള്ളൻ ഫാമിലി. പക്ഷെ ലോജിക്കലി നോക്കുവാണെങ്കിൽ അത് പ്രേതമാകാനാ സാധ്യത. ബെസ്റ്റ്. അതിൻ്റെയും കൂടി ഒരു കുറവ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഏത് കള്ളന്മാരാടാ ഈ പന്ന ഫ്ലാറ്റ് അടിച്ച് വൃത്തിയാക്കി സെറ്റപ്പ് ആക്കിയിട്ടിട്ട് തിരിച്ച് പോകാൻ നേരത്തെ അതേ പൊടിയും മാറായാലും വാരി ഇട്ടിട്ട് പോകുന്നത്? ഇത്ര പ്രൊഡക്ഷൻ ക്വാളിറ്റിയുള്ള കള്ളന്മാരാ. നിന്നെ കണ്ടു പറ്റുമോ? അപ്പോൾ പ്രേതം തന്നെ. സത്യം പറടാ, രാത്രി നീയൊക്കെ കുടിച്ച് വെളിവിലാണ്ട് വേറെ അതോ വീട്ടിൽ കയറിയതല്ലേ? ഞാൻ കൊണ്ടുവന്ന കുപ്പി സീല് പൊട്ടിക്കാൻ എൻ്റെ ബാഗിൽ തന്നെ ഇരിപ്പുണ്ട്. അത് നമുക്ക് പിന്നെ ഉണങ്ങാം. പക്ഷേ ഇന്ന് രാവിലെ ഇവൻ്റെ വേഷം കിട്ടി എൻ്റെ അടുത്ത് വന്ന് അയാൾ കിടന്ന്. ഞാൻ പറഞ്ഞില്ലേ രാവിലെ നിന്റെ മോന്തയിൽ അയാളുടെ മൂഞ്ചി കണ്ട് ഞാൻ പേടിച്ചെന്ന്. എടാ, നീ എന്തൊക്കെയാടാ ഈ പറയണത്? ഫുഡ് വന്ന് മേടിച്ചിട്ട് വരാം. ഇതെന്തോടെ ഞാൻ മാത്രം പിച്ചും പെയ്യാൻ പറയുന്ന പ്രാന്തര? എനിക്ക് തോന്നണേ നമ്മൾ ഇന്നലെ പോയി വെള്ളം കുടിച്ച് നമ്മുടെ തോന്നലാന്ന്. മിക്കവാറും ആ കാറിൽ തന്നെ എൻ്റെ പാസ്പോർട്ട് ഉണ്ടാവൂടാ. താങ്ക്സ്. അതെ, ഇവിടെ ഉണ്ടായിരുന്ന ആളെവിടെ? ആരാ? പാപ്പച്ചീസ് കിച്ചണിന്ന് ബിരിയാണി കൊണ്ടുവന്നു. 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ. താങ്ക്സ്. ഈ ഓഫീസ് ഫോണൊക്കെ ഓഫ് ആക്കി വെക്കണം. അതെ, അവൻ പറഞ്ഞ നേരാണ്ടാ. പുള്ളി ഇപ്പൊ വന്നായിരുന്നു. ആര്? പ്രേതം. പുള്ളി ഫുഡ് ഡെലിവറി ചെയ്തിട്ട് ഇപ്പൊ അങ്ങോട്ട് പോയി. നമുക്കൊരു കണിയാനെ പോയി കണ്ടാലോ? എടാ, എന്തൊക്കെയാണ് ഈ പറയണത്? കഴിഞ്ഞ 1.5 മാസം ഞാനിവിടെ താമസിക്കണം. ഇന്നേ വരെ എനിക്കൊരു പ്രേതം കൊണ്ടുവന്ന ചോറ് തന്നിട്ടില്ല, കൂടെ കിടത്തി ഉറക്കിയിട്ടുമില്ല. നിനക്കൊക്കെ കഞ്ഞിയും മരുന്ന് കിടത്തി ഉറക്കണത് അംഗനവാടിയെ. ഇതിന് മുന്നേ ഇവിടെ താമസിച്ചവർക്ക് പാപ്പം കൊടുത്തിട്ടുണ്ടെങ്കിലോ? അല്ലാണ്ട് ആരാണ് ഈ മെട്രോന്റെ ചോട്ടിൽ ഇവനെ പോലത്തെ ഒരു കോന്തം ബാച്ചിൽ റൂം കൊടുക്കണത്? ഡാ, നീ ഒരു മണ്ടനായറ നിന്നെ തലയെ കെട്ടി വെച്ചതാടാ. നീ മുന്നേ താമസിച്ചവരൊന്ന് വിളിച്ചു ചോദിച്ചേ. എന്റെ നമ്പർ ഒന്നുമില്ല. എന്നാ അപ്പൊ എന്റെ ഓണറിനെ വിളിച്ചു ചോദിച്ചൂടെ? ഇത് എന്തൊരു കഷ്ടമാണ്. വിനീതേട്ടാ. എടോ, താൻ ആ റെന്റ് ഇടാത്തപ്പോഴേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്നല്ലേടോ പറഞ്ഞിരിക്കണം. അല്ലേട്ടാ, അവരെ സംശയം ചോദിക്കാനായിരുന്നേ. സംശയം തീർക്കാൻ ഞാൻ എന്താ ചാറ്റ് ചെയ്യിപ്പിക്കോ? പറ. അല്ലേട്ടാ, നമ്മുടെ ഈ അപ്പാർട്ട്മെന്റിലെ പ്രേത ശല്യം എന്നാ വല്ലതും ചേട്ടൻ കേട്ടിട്ടുണ്ടായിരുന്നാ? പ്രേതമാ? അതൊക്കെ ഈ നാട്ടുകാർ തല്ലികൾ ഓരോന്നും പറഞ്ഞിട്ടുണ്ടാക്കണല്ലേ. താനൊരു എത്തിസ്റ്റ് ആയതുകൊണ്ടാണ് എന്റെ ഫ്ലാറ്റ് എനിക്ക് തന്നത്. പിന്നെ ഈ പുറത്തെന്ന് പറഞ്ഞ ചില അലവലാദികളൊക്കെ ഇതൊക്കെ പറഞ്ഞുണ്ടാക്കിയ കേട്ടോ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ നാട്ടുകാർ തണ്ടികൾ. ചേട്ടാ, ഈ നാട്ടുകാര് എന്ത് പറഞ്ഞെന്നാണ് പറയണത്?
ഇത്രയും നാൾ അവിടെ താമസിച്ചിട്ട് എനിക്കോ അവിടെയുള്ള റെസിഡൻസിനോ ഒരു ശല്യം ഉണ്ടായിട്ടില്ല. ഓപ്പോസിറ്റ് വീട്ടിലെ പാർട്ടിയുടെ പിള്ളേര് നാട്ടിൽ നിന്ന് വന്നപ്പോ പ്രേതമെന്നോ പിശാചെന്നൊക്കെ ചുമ്മാ കഥയിറക്കി. അല്ലാണ്ട് അവിടെ ഒന്നുമില്ല. ഹലോ ചേട്ടാ, എന്റെ പേര് ഫഹദ്. വരുണ്ട വീട്ടിൽ ഗസ്റ്റ് ആയിട്ട് വന്നേ കേട്ടോ. ആ ഗോസ്റ്റാ? എടാ ചുമ്മാതല്ലടാ നാട്ടുകാരോടൊക്കെ പറഞ്ഞിട്ടായിരുന്നു. ചേട്ടാ, ഞാൻ വരുണ്ട കൂട്ടുകാരനാ. അല്ല, ഈ നാട്ടുകാരെന്തൊക്കെയാ പറയുന്നേ? എന്റെ പൊന്നു ഗോസ്റ്റ് മോനെ, ഇങ്ങനെയുള്ള പാട്ട കഥയൊന്നും ഞാൻ ഓർത്തിരിക്കാറില്ല. ബിക്കോസ് ഐ ആം ആൻ ഏത്തിസ്റ്റ്. നിങ്ങൾക്ക് ഫാന്റസി കഥ കേട്ട ഉറങ്ങാൻ പറ്റുമെങ്കിൽ അപ്പുറത്തുള്ള പാർട്ടിയോട് ചോദിക്കുക. അവരൊരു ചന്ദനത്തിനും കത്തിച്ച് അവിടെ ഇരിപ്പുണ്ടാവും. ചേട്ടൻ അറിയാവുന്ന കഥ എന്താ ഒന്ന് പറഞ്ഞേ. ആ പിന്നെന്താ, മോനെ അവരുടെ ബന്ധുക്കൾ എന്ന് പറഞ്ഞ കുറെ എണ്ണം ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ട് ഇവിടെ കിടന്ന് കന്നന്തരവ് കാണിക്കാൻ നോക്കിയെന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഒരുത്തനെയും ഞാൻ വെറുതെ വിട്ടിട്ടില്ല, എല്ലാത്തിനെയും ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. എന്താന്ന്? നിനക്കൊക്കെ കുറച്ച് സ്പെഷ്യലാ, ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, തരാം. ചേട്ടാ, മോനുള്ള പേനയും മുട്ടായും ഒക്കെ അങ്ങ് എത്തിച്ചേക്കാം കേട്ടോ ഞാൻ. ഓക്കെ, നമുക്ക് ആ പാർട്ടിയെ കാണാൻ പോയാലോ? പോ. നിങ്ങളെന്താ കുറച്ച് തന്നെ ACC-നെ കുറിച്ചൊക്കെ പറഞ്ഞേ? നീ രക്ഷപ്പെടാൻ തീരുമാനിച്ച? അതാണ് ഇപ്പം അത്യാവശ്യം. ആദ്യം ഇവിടുന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഹായ് പാർട്ടി. പാട്ടി നിന്റെ ആര്? നിനക്ക് എന്നെ വേണോ? ഇത് സൊല്ലിയാകണോ ഇങ്ക എവളെ ഇവിടെ അവളെ നീ അങ്ങോട്ട് ചോദിക്കണം. പാട്ടി ഞാനാ വരുൺ. ആ കണ്ണാ, നീയാ ഉള്ളവാ? കണ്ണാ, കാഫി എടുക്കട്ടുമാ? ആ, മധുരം കൂട്ടി ഒരു സ്ട്രോങ് കോഫി എടുത്തോ. ഒന്നും വേണ്ട പാട്ടി, ഞങ്ങളെ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നാ. ഇന്നലെ പോലെ ഇമാരെന്തോ കണ്ട് പേടിക്കണ്, അതെന്താണെന്ന് അറിയാൻ വേണ്ടി. ഇവർ ഉങ്ങളുടെ ഗസ്റ്റാ? ആമാ. മാറണീങ്ക വാടാ, താത്ത മറുപടിയും കീഴെ പോച്ച് വന്ന് കേൾപ്പാടുങ്കോ. എന്തായിരുന്നു പാട്ടി? ഈ ACC-യെ +2 കഴിഞ്ഞവർക്കല്ലേ ചെയ്യുന്നത്? നമ്മൾ BCom കഴിഞ്ഞല്ലേ? ഡിഗ്രി കഴിഞ്ഞവർക്ക് ACC ചെയ്യാം. BCom കഴിഞ്ഞവർക്ക് ഒരു 4-5 പേപ്പർ പിന്നെ പഠിക്കാൻ വേണ്ട. ഈ പേടിച്ചിരിക്കുന്ന നേരത്തെ ഇതൊക്കെ ചോദിക്കാൻ കാണിക്കണം മനസ്സുണ്ടല്ലോ. നീ എന്തിനാടാ പേടിക്കുന്നത്? ദേവങ്ങളുടെ ലുലുമോളായിരിക്കുന്നു. ഇവിടെ പ്രേതപക്ഷിയൊന്നും വരത്തില്ല. എന്തുപറ്റി പാട്ടി? ഉങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാം റാക്കറ്റ് മാതിരി ഓടിപ്പോച്ച്. എന്നെ പൈത്യമാ? ഇതാണ് പാട്ടി ഞാൻ പറഞ്ഞത്, അമ്മരെന്തോ കണ്ട് പേടിക്കുന്നുണ്ട്. ഓ അപ്പടിയാ? അവരെന്താ സെക്യൂരിറ്റി പേ தான் பார்த்திருக்கும். സെക്യൂരിറ്റി പേ? 15 வருஷத்துக்கு முன்னாடி இப்படி ஒரு செக்யூரிட்டி இருந்தாரு. ഇപ്പോഴത്തെ പോലെ പുഴുങ്ങിയ സെക്യൂരിറ്റി ഒന്നും അല്ലേ, ജിലേബി പോലെ നല്ല ജിൽ ജില്ലിരിക്കും. அந்த സെക്യൂരിറ്റി അറിയാതെ ഒരു ഈച്ചയും പൂച്ചയും പോലും ഇങ്ങാട് വരമാട്ടെ. പക്ഷെ ഒരു നാൾ ഒരു തേനീച്ച കയറി. ആ തേനീച്ച വെറുതെ വിടുമാ அந்த ആൾ? വിടമാട്ടെ. ആ ഈച്ചയെ പിടിக்கிறதுக்கு വെറുത്തരമാ നടന്നേ. നടന്ന് നടന്ന് മാടി വരെ എത്തി. മാടിയാ? ആ ടെറസ് ടെറസ്. ഈച്ച മാടിന്ന് ശീഘ്രം കുതിച്ചാച്ചു. இந்த ആള് പിന്നാടി കുതിച്ചാച്ചു. എന്നിട്ടെന്താ? ഈച്ച പറന്നു പോച്ചു. அந்த ആള് താഴെ വീണ് ഇറന്നു പോച്ചു. എന്താ സെക്യൂരിറ്റി പേ? ഈ അപ്പാർട്ട്മെന്റ് പൂരാ ജോഗിങ് பண்ணிட்டே இருக்கு. പുറത്തു നിങ്ക വന്ന് പ്രശ്നം പണ്ടുന്നവർക്ക് മാത്രം അങ്ങനെ പാക്ക முடியும். അല്ലാത്തവർക്കൊന്നും ഒരു കുഴപ്പമില്ല. പാട്ടിക്ക് തമിഴ് അത്ര വശമില്ലല്ലേ? കണ്ണാ, എൻ പുരുഷൻ വന്ന് കോയമ്പത്തൂരുകാരൻ. അതാ ഈ ലാക്കൽ മലയാളീസ് എല്ലാം എന്നെ പാട്ടി പാട്ടി എന്ന് കൂപ്പിടുന്നേ. ഞാൻ കൊല്ലത്തുള്ളതാ മോനെ. ഇതൊക്കെ ഉള്ളതാണോ പാട്ടി? മോനെ, എന്നെ കാണാൻ എൻ്റെ ആങ്ങളെയും ഫാമിലിയും പിള്ളേരെല്ലാം കൂടെ 2 കൊല്ലത്തിന് മുമ്പ് ഇവിടെ വന്നായിരുന്നു കേട്ടോ. ഇവർ ഈ പിള്ളേരെല്ലാം കൂടെ ഡ്രിങ്ക്സ് കഴിക്കാനായിട്ട് ടെറസിൽ കയറി. അന്നേരം വേണ്ടടാ ഈ സെക്യൂരിറ്റിയുടെ പ്രേതം ആ പിള്ളേരെ അവിടെ എല്ലാം ഇട്ട് ഓടിച്ചെടുത്ത് ആടോട്ടി അടിക്കാൻ നോക്കി. എന്നിട്ടെന്താ അതുങ്ങൾ ജീവനും കൊണ്ട് മാഞ്ഞ് നാട് വിട്ട്. പാട്ടിയുടെ കാപ്പി കുടിച്ച് ക്ഷീണം പറ്റി. എനിക്ക് തോന്നുന്ന ആ സെക്യൂരിറ്റിക്ക് ഇഷ്ടപ്പെടാത്ത എന്തോ മോന്റെ കൂട്ടുകാർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതെന്നല്ലേ ചെയ്തോണ്ടിരിക്കണേ? അങ്ങനാണെങ്കിൽ
അവർക്ക് പിന്നാടി സെക്യൂരിറ്റിയുടെ പ്രേതം ജോഗിങ് പണിയിട്ടേ നമ്മൾ ഈ ഇറങ്ങിയ സ്റ്റെപ്പ് തന്നെ വീണ്ടും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രേതത്തിന്റെ ലൂപ്പില. അടച്ചതാ തോന്നേ.